തൃശ്ശൂർ ജില്ലയുടെ അതിമനോഹരമായ ഒരു മലയോര പ്രദേശമാണ് മാരോട്ടിച്ചാൽ. മാരോട്ടിച്ചാൽ പ്രദേശത്ത് 2 വെള്ളച്ചാട്ടങ്ങളുമുണ്ട്, ഇലഞ്ഞിപ്പാറയും ഓലക്കയവും. അടിസ്ഥാന സൗകര്യങ്ങൾ പക്ഷേ അത്രയധികമൊന്നും ഇവിടെയില്ല. തൃശ്ശൂർ പുത്തൂർ മൃഗശാലയോട് അധികം അകലെയൊന്നുമല്ല ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇതൊരു കൃത്യമായൊരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ്. നേരത്തെ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും പുത്തൂർ സുവോളജിക്കൽ പാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധമായി നിരവധി ടൂറിസം കേന്ദ്രങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കാമെന്നുള്ള നിരവധി പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപ്പായിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ റോഡൊന്നുമില്ല. വനപ്രദേശത്തൂടെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുക, അതിനുശേഷം വീണ്ടും ഒരു കൽക്കെട്ടിന് മുകളിലേക്ക് എത്തും. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം ചെറിയ ഒറ്റയടി പാതയിലൂടെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകണം. എന്നോടൊപ്പം രാജേട്ടൻ ഉണ്ട്. രാജേട്ടൻ ഈ പ്രദേശവാസി തന്നെയാണ്. രാജേട്ടൻ, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം, അതിലേക്ക് ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒരുക്കേണ്ടതല്ലേ ശരിക്കും? ഇതൊരു ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ തന്നെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്. അത്രയും വർഷം പഴക്കമുള്ളതാണ്. എന്നിട്ടും ഇവിടെ ഒരു പുരോഗതിയും ഇന്നുവരെ വന്നിട്ടില്ല. ഇത് ആദ്യമൊക്കെ ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ അതും ഇല്ല. ഇപ്പോൾ ഇത് ശരിക്കും ഒരു വികസനമായിട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസം ഏറ്റെടുത്ത് അതൊരു ഡെവലപ്മെൻ്റായിട്ട് വരികയാണെങ്കിൽ വൻ സാധ്യതയുള്ളതാണ്. നമ്മൾ നേരത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് വന്നിരുന്നത്. ആ അടുത്ത് എത്തിക്കഴിഞ്ഞു. വന്നിരുന്ന വഴി ഇവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് ഈ ചാലൊക്കെ ഒന്ന് ചാടി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സർക്കസൊക്കെ കളിച്ചാലാണ് നമുക്ക് ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പും കൂടിയാണ് ശരിക്കും ഇത്. വെള്ളച്ചാട്ടം തൊട്ടരികിലാണ് ഉള്ളത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആദ്യം എത്തുക. മുകളിൽ നിന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്ന് വഴി വളഞ്ഞു വന്നു കഴിഞ്ഞാൽ താഴെ നിന്നും കാണാൻ സാധിക്കും. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഏകദേശം ഒരു മണിക്കൂറൊക്കെ നടന്നു കഴിഞ്ഞാൽ, മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തെത്തും. അവിടേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല. വനംവകുപ്പ് പൂർണ്ണമായി അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ആ വെള്ളമാണ് ഇവിടെ ഓലക്കയത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആഴം തീരെ കുറവാണ്, കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്, അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. വലിയ മഴക്കാലമാണെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു പ്രശ്നമുള്ളത്. അല്ലാത്തപ്പോഴൊക്കെ സുരക്ഷിതമാണ്. അത്ര വലിയ ആഴമൊന്നുമില്ലാത്ത സ്ഥലമാണ്. ഒരുപാട് ആളുകൾ അവധി ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടേക്ക് എത്താറുണ്ട്. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? ഞാൻ അയ്യന്തോള്, തൃശ്ശൂർ. ഇങ്ങോട്ട് വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നല്ല സ്പേസാണ് ഇവിടെ. വലിയ റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒക്കെ നല്ല നിരപ്പുള്ള ഏരിയകളാണ്. ഇതുപോലെ തന്നെ അപ്പുറത്ത് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് മേളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ തന്നെ എത്ര സ്പോട്ടിലാണെന്ന് അറിയോ? ഇഷ്ടം പോലെ വെള്ളച്ചാട്ടം ഉണ്ട്. ശരിക്കും നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതല്ലേ ഒരു ടൂറിസം? കുറച്ചും കൂടി ഒന്ന് കയറ്റിയെടുക്കണമായിരുന്നു. ഇപ്പൊ ഈ അടിഭാഗത്ത് തന്നെ വെച്ച് കെട്ടിയത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അവധി ദിവസങ്ങളിൽ എന്താ അവസ്ഥ? എല്ലാ അവധി ദിവസങ്ങളും വേണ്ട കുട്ടികളും തളയും ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്നുണ്ട്. വരുമ്പോ അവർക്ക് ഇങ്ങനെ വരുമ്പോ ഉള്ള എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ഒരു സൗകര്യമില്ല. കുറെ പേര് ഇങ്ങടെ വന്നിട്ട് ബാത്റൂം അന്വേഷിച്ച് ഓടി ഇരുട്ടത്തെക്കടെ കയറി വരണേ. ചാച്ചൻ വിചാരിച്ചത് ഇപ്പോഴത്തേക്ക് ഈ ആൾക്കാരൊക്കെ കൂടി വരണേ. കണ്ടില്ലേ എത്ര മനോഹരമാണ് ഓലക്കയം. ഇവിടെ വന്നിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം കണ്ട് ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല തണുപ്പാണ്. ഈ മഴക്കാലത്ത് പോലും, ഈ ജൂൺ മാസത്തിൽ പോലും അരയ്ക്കൊപ്പം പോലും വെള്ളം ഇവിടെ ഇല്ല. അതുകൊണ്ട് നല്ല രീതിക്ക് ഇവിടെ ആസ്വദിച്ച് കുളിക്കാൻ സാധിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴാണ് കുറച്ചെങ്കിലും വെള്ളം കൂടുന്നത്. അപ്പോഴും ഒരാൾ പൊക്കത്തിലൊക്കെയാണ് പരമാവധി വെള്ളം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് ഇലഞ്ഞിപ്പാറ. അവിടെ ഒരിക്കൽ പോയവരാരും ആ ദൃശ്യം മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത രീതിക്ക് ആ വെള്ളച്ചാട്ടത്തെ സ്നേഹിച്ചു പോകും. അതിൻ്റെ ദൃശ്യങ്ങൾ, മുൻപത്തെ ദൃശ്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതിരപ്പള്ളിക്ക് സമാനമായതെന്ന് പറയാം. അത്രയും അതിൻ്റെ ഒരു 3/4 അല്ലെങ്കിലും ഹൈറ്റിലാണ് ആ വെള്ളം ചാടുന്നത്. അവിടേക്കൊക്കെ ഒരു
ഒരു കാട്ടിക്കൂടെ ഇപ്പം ആനയൊക്കെ ഉണ്ട് എങ്കിലും ഒരു അതിനായിട്ടൊരു സുരക്ഷിതമായ ഒരു പാത ഒരുക്കുകയോ അല്ലെങ്കിൽ ഒരു 50 ജീപ്പ് ഇട്ടാലും നമുക്ക് ഈ സീസണിൽ മതിയാവില്ല. അത്രയും ജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ എങ്ങനെ ഇറങ്ങാണ്ടിരിക്കുക? അതാണ് നമ്മുടെ കേരളം. മരോട്ടിച്ചാലിൽ നിന്നും സുജി പട്ടവയ്ക്കും ശരവണ്ണുമൊപ്പം MS ലിഷോയ്.